ബിടെക്കിൻ്റെ അഡ്മിഷൻ സമയമാണ്. എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കേരളത്തിൽ ഏതെല്ലാം കോളേജിലാണ് സീറ്റുകളുള്ളത്, കോളേജിൻ്റെ റാങ്കിങ് എങ്ങനെയാണ്, എത്രമാത്രം ശതമാനമാണ് ഓരോ കോളേജിലും വിജയം എന്നുള്ളതെല്ലാം അസസ്മെൻറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. എപ്പോഴും എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ നാഷൻ ബിൽഡേഴ്സ് എന്ന് പറയാം. കാരണം എത്രമാത്രം എൻജിനീയേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി കൂടി അത് രേഖപ്പെടുത്തും എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ താല്പര്യമുള്ളവർ ഈ രംഗത്തേക്ക്, വിദ്യാർത്ഥികൾ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ഇപ്പോഴത്തെ പാസ് പെർസെൻറ്റേജൊക്കെ വൻതോതിൽ മറിയുകയും ഇവർക്കെല്ലാം തന്നെ പലപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ കരിയർ നേടിയെടുക്കാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പ്രോസ്പെക്ട്സ് ഉള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കരിയർ പ്രോസ്പെക്റ്റുമാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന ബ്രാഞ്ച് ഈ അടുത്ത കാലത്തായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആണ്. അതിൻ്റെ കാരണം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, ഒരുപാട് കമ്പനികൾ വന്ന്, ടെക്നോ പാർക്കിൽ തന്നെ ധാരാളം പുതിയ കമ്പനികൾ വന്ന്, വിദേശ കമ്പനികൾ വന്ന്, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് കൊച്ചി, മൊത്തത്തിൽ കേരളം തന്നെ ഒരു IT ഹബ്ബായിട്ട് മാറിയതാണ് ഇതിന് കാരണം. ഒരുപാട് പേര് ആദ്യ റാങ്കിൽ, കീമിൻ്റെ ആദ്യ റാങ്കിൽ വരുന്നവരെല്ലാം തന്നെ പ്രിഫർ ചെയ്യുന്നത് CET ഉൾപ്പെടെയുള്ള ഏറ്റവും ടോപ്പ് കോളേജിൽ പ്രിഫർ ചെയ്യുന്ന സബ്ജക്റ്റ് ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അതിന് അത്രമാത്രം ഡിമാൻഡാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പ്രോഗ്രാമറായിട്ടും, അതുപോലെ തന്നെ IT റിലേറ്റഡ്, പിന്നെ AI റിലേറ്റഡ്, ഡേറ്റാ സയൻസ്, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ എൻജിനീയർ മേഖലയിൽ ധാരാളം ജോബ് സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ധാരാളം പേര്, മിക്കവാറുള്ള എല്ലാ കോളേജിലും, കേരളത്തിലെ ഒട്ടുമിക്ക കോളേജിലും ആദ്യം ഫില്ലാകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് എന്നുള്ള ബ്രാഞ്ചാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗമായിട്ട് വന്ന ഇടയ്ക്ക് തുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി, IT എന്നുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് വളരെ കുറച്ച് കോളേജിലാണ് നിലനിൽക്കുന്നത്. അതിനും നല്ല പ്രോസ്പെക്റ്റാണുള്ളത്. കരിയർ മേഖലയിൽ ഇവർക്കെല്ലാം തന്നെ ജോലി കിട്ടുന്നുണ്ട്. പല കോളേജ് ഇടയ്ക്ക് ആളില്ലാത്തതുകൊണ്ട് നിർത്തിയ ഒരു ബ്രാഞ്ചായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി. പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡിസൈൻ, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് പിന്നെ ഡേറ്റാ സയൻസ്, ഇങ്ങനെയുള്ള പുതിയ തലമുറയിലെ കോഴ്സ് കൂടി, ബ്രാഞ്ചസ് കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിനെ കൂടുതൽ നവീകരിച്ചു. ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങിയവരാരുമില്ല, ഇപ്പോഴത്തന്നെ തുടരുന്നതേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് APJ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് തുടങ്ങിയത്. ഇതിൻ്റെ പ്രോസ്പെക്റ്റും തീർച്ചയായിട്ടും ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഭാവി വളരെ ശോഭനമാണ്. കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഇന്ന് ഏറ്റവും ലീഡിംഗ് ആയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യുന്ന ബ്രാഞ്ച്. ഇതിനോടൊപ്പം പറയേണ്ട മറ്റ് 2 ബ്രാഞ്ചുകളുടെ ഉണ്ട്. ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കുറച്ച് പഴക്കമുള്ള കോഴ്സാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വളരെ ചുരുങ്ങിയ ക്യാമ്പസിലേ ഉള്ളൂ. CETയിൽ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ക്യാമ്പസിലുണ്ട്. ഇടയ്ക്ക് പ്ലേസ്മെൻറ്റ് റെക്കോർഡിൽ ഒരു ചെറിയ ഇടിവ് സംഭവിച്ചെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ധാരാളം സാധ്യതകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് തന്നെ അവർ പോകുന്ന മേഖലയിൽ തന്നെ പ്രോഗ്രാമറായിട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടും ഒക്കെ തന്നെ പോകാം. അതുപോലെ തന്നെ പിന്നെ ഓട്ടോമേഷൻ, അതുപോലെ തന്നെ റഡാർ ആൻഡ് നാവിഗേഷൻ, ഡ്രോൺസ് മാനുഫാക്ചറിങ് കമ്പനികൾ, VLSI ഡിസൈൻ,
എംബഡഡ് സിസ്റ്റം, ഇതിലെല്ലാം തന്നെ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്കും അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും ധാരാളം ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ്, റഡാർ ആൻഡ് നാവിഗേഷൻ നേരത്തെ പറഞ്ഞ്, ഇതിലെല്ലാം തന്നെ ഇവർക്ക് ധാരാളം ജോലി സാധ്യത ഉള്ള ബ്രാഞ്ചുകളാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങും. അപ്പോൾ ഇത് സാധാരണ ടോപ്പ് കോളേജിലെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഉറപ്പാണ്. അപ്പം നമുക്കറിയാം വിജയശതമാനത്തിൽ 80% കൂടുതലുള്ള കോളേജ് വളരെ കുറവാണ്. എങ്കിലും ഒരു 50% കൂടുതലുള്ള എഞ്ചിനീയറിംഗ് കോളേജിനെ എബോവ് ആവറേജ് കോളേജായിട്ട് കണക്കാക്കിയാൽ മിക്കവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടും. ഇനി ഒരു ആവറേജ് കോളേജിൽ തന്നെ ഈ കുട്ടികൾ പഠിക്കാൻ എത്തുകയാണെങ്കിൽ അവർക്ക് സ്കില്ല് എത്രത്തോളം ഈ അവരുടെ സബ്ജക്റ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നു, സബ്ജക്റ്റുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, സബ്ജക്റ്റിന് അവരുടെ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിന് പുറത്ത് ബിയോണ്ട് കരിക്കുലം ആൻഡ് ബിയോണ്ട് സിലബസ് അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യുന്നു, അതനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട കമ്പനിയിൽ ജോലി കരസ്ഥമാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ട് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് CS50 എന്നുള്ള ഒരു സൈറ്റിൽ കയറി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നവീകരിച്ച കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസിൽ, ഇലക്ട്രോണിക്സിൽ, കമ്മ്യൂണിക്കേഷൻസിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ, ഡേറ്റാ സയൻസിൽ, റോബോട്ടിക്സിൽ എല്ലാം തന്നെ CS50 എന്ന് അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെർച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് ഒരുപാട് കോഴ്സുകൾക്ക് ചേരാൻ കഴിയും. ഇതെല്ലാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയാണ്, എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇനി ചേരുന്നവരും ഇപ്പം ചേർന്ന് പഠിക്കുന്നവരും എല്ലാം തന്നെ നിങ്ങളെ കോഴ്സ് തീരുന്നത് വരെ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത വേർഷൻസ് നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സും കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പം പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്പൺ ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ഒരു ആഡഡ് ക്വാളിഫിക്കേഷനായിട്ട് മാറും. നിങ്ങളെ റെസ്യൂമെ കൂടുതൽ എൻറിച്ചാവും, റിച്ചാവും. അങ്ങനെ റിച്ചായി കഴിഞ്ഞാൽ നിങ്ങളെ മിക്കവാറുമുള്ള കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യും, വിദേശ കമ്പനികൾ പോലും അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ മറ്റൊരു സൈറ്റുണ്ട്, അത് deeplearning.ai ആണ്. deeplearning.ai ഇത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് ചെയ്ത കോഴ്സുകളാണ്. ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടി നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ മറ്റ് ബ്രാഞ്ചുകൾ ഇതൊക്കെ എടുക്കുന്ന ഒരു ഏറ്റവും ടോപ്പ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഒരുപക്ഷെ ആ കോളേജിലെ ഫാക്കൽറ്റീസ് പറഞ്ഞു കൊടുക്കും. അവർ ഇതുമായിട്ട് പിന്നെ തീർച്ചയായിട്ടും അവർ ഇതിനെക്കുറിച്ച് അറിയും. ഒരുപക്ഷെ ശരാശരിക്ക് താഴെയിലോ ശരാശരി കോളേജിലോ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് തീർച്ചയായിട്ടും സഹായവും. അവരുടെ സബ്ജക്റ്റ് കൂടുതൽ ഫ്രഷപ്പ് ആവാനായിട്ട് ഈ രണ്ട് സൈറ്റുകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ കോഴ്സറയിൽ ഒരുപാട് പുതിയ പുതിയ കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഉഡെമയിലും ഒരുപാട് കോഴ്സുകളുണ്ട്. ഉഡെമ ആൻഡ് കോഴ്സറ അറിയാത്തവരാരും തന്നെ അന്ന് കാണത്തില്ല. നിങ്ങളുടെ ഏത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിച്ചാലും ആ സബ്ജക്റ്റിൽ ഫ്രഷപ്പ് ആവാനും എക്സ്പാൻഡ് ചെയ്യാനും നിങ്ങളെ ഇന്നത്തെ രീതിയിൽ കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഇത്തരം സർട്ടിഫിക്കേഷൻ ഉപയോഗിക്കും. അത് തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ സൈറ്റുകൾ സന്ദർശിക്കുക. ഇനിയുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു പഴയ ബ്രാഞ്ചാണ്. കുറേ കാലമായിട്ട് തുടങ്ങിയിട്ട് ബ്രാഞ്ചാണ്. ഇപ്പോഴാണത് EEE എന്നുള്ള രൂപം പ്രാപിച്ചത്. EEE എന്നുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ പ്രത്യേകത ഒരുപാട് മേഖലകളിലോട്ട് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് സാധ്യതയുള്ളതാണ്. ഒരുപക്ഷെ റിന്യൂവബിൾ എനർജിയെക്കുറിച്ച് പഠിക്കാം, എനർജിയെക്കുറിച്ച് പഠിക്കാം, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ പഠിക്കാം. അതുപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണമെങ്കിൽ പോകാം, ഡേറ്റാ സയൻസിൽ പോകാം, റോബോട്ടിക്സിൽ പോകാം. അതുപോലെ തന്നെ പിന്നീട് സ്ട്രക്ചറൽ ഡിസൈൻ, അങ്ങനെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലുമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവർക്ക് ജോലി കിട്ടുമെന്ന് മാത്രമല്ല, തെർമൽ പവർ സ്റ്റേഷൻസിൽ ജോലി കിട്ടും. പിന്നെ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇവർക്കുള്ള ചാൻസസ് മറ്റ് ബ്രാഞ്ചിനെ അപേക്ഷിച്ച് കൂടുതലാണ്. എന്തായാലും ഇതിൽ ഒരുപാട് പുതിയ പിന്നീട് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ മേഖലകൾ കൂടി വന്നതുകൊണ്ട് തന്നെ ഇത് വളരെ റിച്ചാണ്. ഇന്ത്യയിലും വിദേശത്തും
EEE എന്നുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ശാഖ വളരെ ഭദ്രമാണ് ജോലിക്ക്. മിടുക്കരെല്ലാം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകാർക്ക് നല്ല കമ്പനികൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ക്യാമ്പസുകളുണ്ട്. ഇനി പ്ലേസ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും അവരുടെ റെസ്യൂമെ റിച്ച് ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് ഓപ്പൺ ജോബ് മാർക്കറ്റിൽ അവർക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ബോഷ്, സീമെൻസ്, ടാറ്റ, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികൾ കൂടി അവരിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു അറിവ് കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ധാരാളം കമ്പനികൾ, ജർമ്മൻ കമ്പനിയാണ് പലതും, ബോഷും അതുപോലെ തന്നെ സീമെൻസൊക്കെ ജർമ്മൻ കമ്പനിയാണ്, മറ്റതുമല്ല വിദേശ കമ്പനികളാണ്. ധാരാളം വിദേശ കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റും ഡിസൈൻ യൂണിറ്റും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലെ മുടിചൂടാ മനനായിരുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇന്നും കുഴപ്പമൊന്നുമില്ല, തലയെടുപ്പുള്ള ബ്രാഞ്ച് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് വരുന്നവരെ മെക്കാനിക്കൽ വളരെ തലയുയർത്തി നിന്ന ബ്രാഞ്ചായിരുന്നു. ഇപ്പോഴും നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് അല്ല, നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബെൻസിൽ, അതുപോലെ തന്നെ പിന്നെ വോൾവോ, ഇതിലൊക്കെ ലൈലൻഡ്, ടാറ്റ, ഇതിലൊക്കെ ജോലി ചെയ്യുന്നത് ഓട്ടോമൊബൈൽ താല്പര്യമുള്ളവരായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഓട്ടോമൊബൈലിന് പ്രത്യേക വിഭാഗമായിട്ട് തന്നെ ചില ബ്രാഞ്ചസ് കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനറലി മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അവർക്കുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയർ, പ്രോസസ് എഞ്ചിനീയേഴ്സ്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഡിസൈൻ, ക്വാളിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള പടുകൂറ്റൻ വ്യവസായങ്ങളിലെ ജോലികളാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ധാരാളം CET പോലുള്ള കോളേജുകളിൽ ഒന്നിലധികം സബ്ജക്ട്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യയിൽ മൊത്തം പ്രധാനപ്പെട്ട NIT-കളിലും IIT-കളിലൊക്കെ തന്നെ മെക്കാനിക്കൽ ജനറൽ മെക്കാനിക്കൽ പഠിച്ചിട്ട് ഓട്ടോമൊബൈൽ ഡിസൈൻ പഠിക്കുന്നവർ പോലും ഉണ്ട്. ഇവർക്കും നല്ല പ്ലേസ്മെൻറ്റാണ്. എന്തായാലും വോൾവോ, ടാറ്റ, ബെൻസ് തുടങ്ങിയ കമ്പനികളിൽ കൂടി ഈ ഓട്ടോമൊബൈൽ മെക്കാനിക്കലിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ചില കോളേജിൽ പ്രൊഡക്ഷൻ, വളരെ കുറച്ച് കോളേജിലേ ഉള്ളൂ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം മെക്കാനിക്കലിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങിയ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്. പക്ഷേ ഇവർക്കെല്ലാം തന്നെ ജോലി സാധ്യതയുണ്ട്. ഒരു പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മിടുക്ക്, നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള താല്പര്യവും, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥലത്താണ് പ്രോജക്ട്സ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്, ഇതനുസരിച്ച് നല്ല കമ്പനികളിൽ നിങ്ങൾക്ക് കയറിപ്പറ്റാൻ കഴിയും. സാധാരണ സിവിൽ എഞ്ചിനീയറിങ്ങിനോടുള്ള ഒരു താല്പര്യത്തിന് മലയാളികൾക്കൊരു കാരണമുണ്ട്. സർക്കാരിൽ ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു ബ്രാഞ്ചാണ് എന്നുള്ളൊരു ധാരണ ഇപ്പോഴും ഉണ്ട്. ഏറെക്കുറെ ശരിയാണ്. PWDയിൽ മാത്രമല്ല, റെയിൽവേയിൽ ഇപ്പം മെട്രോ റെയിൽ കോർപ്പറേഷനിലൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിനെയൊക്കെ ചെറിയ ഹ്രസ്വകാല കോഴ്സിന് വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പോലും ഇതിന് ജോലി കിട്ടാനുള്ള സാധ്യത സർക്കാർ സർവീസിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ധാരാളം പെൺകുട്ടികൾ ഒരു പക്ഷേ പ്രിഫർ ചെയ്യുന്ന 2 ബ്രാഞ്ചുകൾ കേരളത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസും ആയിരിക്കും. എന്തായാലും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യത അനന്തമാണ്. അതിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ മേഖല എന്നും പുതിയ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, CET-യിലുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബ്രാഞ്ചാണത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ വൈവിധ്യങ്ങളായ സ്പെഷ്യാലിറ്റിയിൽ പഠിക്കാനുള്ള സൗകര്യമുള്ള ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതേസമയം തന്നെ ഒരു പക്ഷേ സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ ഇവരുടെ ക്രിയേറ്റിവിറ്റിയും ഇവരുടെ ഡിസൈൻ കപ്പാസിറ്റിയും ഇവരുടെ ഈസ്തറ്റിക് സെൻസും, സാധാരണ BRക്കാർക്കൊക്കെ വേണ്ട ഒരു ക്വാളിറ്റി ഈസ്തറ്റിക് സെൻസാണെന്നൊക്കെ പറയുന്ന പോലെ ഈസ്തറ്റിക് സെൻസും ഡിസൈൻ കപ്പാസിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ ഇത് തിരഞ്ഞെടുക്കാവൂ. അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തന്നെ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഒരു സ്റ്റാർട്ടപ്പ് തന്നെ തുടങ്ങാം. മാത്രമല്ല കുറേ പേർക്ക് ജോലിയും കൊടുക്കാം. ഇനി ഇതിൽ താല്പര്യമുള്ളവർക്ക് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് ആവാം,
അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് ആകാം, അതുപോലെ തന്നെ സ്പേഷ്യൽ ഡിസൈൻ, ഒരു ഓഫീസ് സെറ്റ് ചെയ്യാം, വലിയ വലിയ പിന്നെ ഓഫീസുകൾ, വലിയ വലിയ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ മനോഹരമാക്കുന്നതിൽ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഒട്ടും മോശമല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഇത് നല്ല തലയെടുപ്പോടുകൂടി തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇനിയും സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാവി വളരെ ഭദ്രമാണ്. താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് ഇനി ഈ രംഗത്തേക്ക് വരേണ്ടത്. മറ്റൊരു ബ്രാഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പഴയകാല ബ്രാഞ്ചാണെങ്കിലും ഒരുപാട് കോളേജിലൊന്നും അതില്ല. കൊല്ലത്ത് TKM കോളേജ് ഒരു എയ്ഡഡ് കോളേജാണ്, അവിടെയുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, കോഴിക്കോട് മീൻചന്ത ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ കോഴ്സുണ്ട്. പിന്നെ വളരെ കുറച്ച് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലും ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചിലർക്ക് ഒരു ഭയമാണ്, പക്ഷേ ഇതിൽ ജോബ് വളരെ ഭദ്രമാണ്. കാരണം അത്രമാത്രം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ പോലും പൊല്യൂഷൻ കൺട്രോൾ, കോസ്മെറ്റിക് ഇൻഡസ്ട്രി, പിന്നെ ഇതുപോലുള്ള ഈ പിന്നെ ബയോമെഡിക്കൽ ഇൻഡസ്ട്രീസിൽ പോലും ഈ പിന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സുകാർക്ക് വൻ സാധ്യതകളുണ്ട്. ഇനി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോകാൻ കഴിയും. വളരെ അപൂർവം NITയിൽ അപൂർവം കോളേജിലാണ് ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത്. ഉറപ്പായിട്ടും മൈനിങ് ഇൻഡസ്ട്രിയിൽ പോലും കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് ജോലി ചെയ്യാം. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഇതിലെ മറ്റൊരു മുടിചൂട മന്നൻ തന്നെയാണ്. ഒരുപാട് കോളേജിലില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് ഉണ്ട്. വളരെ ചുരുക്കം കോളേജുകളിൽ ഡയറി സയൻസ് ടെക്നോളജി ഉണ്ട്. ഡയറി സയൻസ് ടെക്നോളജി, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിങ്, വെറും ബയോടെക്നോളജി, ഇങ്ങനെ പിന്നെ പോളിമർ എഞ്ചിനീയറിങ്, പ്രിൻറ്റിംഗ് ടെക്നോളജി, ഇങ്ങനെ കുറച്ച് വളരെ സിംഗിൾ ക്യാമ്പസ് 2-3 ക്യാമ്പസിൽ മാത്രമുള്ള കോഴ്സുകളുണ്ട്. ഇവിടെ എല്ലാം തന്നെ ആവറേജ് പ്ലേസ്മെൻ്റാണ്. ഒരു പക്ഷേ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സൂക്ഷിച്ച് വളരെ താല്പര്യമുള്ളവർ മാത്രം ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾ എടുക്കുക. അതിൻ്റെ പ്രോസ്പെക്റ്റ് നിങ്ങളൊന്ന് പഠിക്കുക, ആ കോളേജുമായിട്ടൊന്ന് ബന്ധപ്പെടുക, അവിടുത്തെ പിന്നീട് ഫാക്കൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കേണ്ട കോഴ്സുകളല്ല ഇത്. പറയുമ്പോൾ CET ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അവിടെ മാത്രമേ ഉള്ള ബിടെക്, എല്ലാവർക്കും പ്ലേസ്മെൻ്റാണ്. അത് ആ കോളേജിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ റെയർ കോഴ്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 1, 2, 3 കോളേജിലുള്ള ഇതേപോലുള്ള ബയോമെഡിക്കലൊക്കെ പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പരസ്യത്തിൽ കേൾക്കുന്നത് പോലെ വൻ ഒരു പാക്കേജിൽ, നല്ലൊരു പാക്കേജിൽ, ആകർഷകമായൊരു പാക്കേജിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ആ കോഴ്സ് നിങ്ങൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് എടുക്കാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അത് ഒന്ന് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ എന്നുള്ളൊരു കോഴ്സാണ്. BTech ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ഈ 2 കോഴ്സും കീമിൽ ഉള്ള കുട്ടികളുടെ നല്ല അഡ്മിഷൻ എടുക്കുന്നത് ക്യുസാറ്റ് വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഈ 2 കോഴ്സിനും ക്യുസാറ്റിൻ്റെ എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇതിൽ താല്പര്യമുള്ളവർക്ക് 100% പ്ലേസ്മെൻറ്റാണ്. നേവൽ ആർക്കിടെക്ചറിനും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിങ്ങും ക്യുസാറ്റിൽ 100% പ്ലേസ്മെൻറ്റാണ്. ഹൈ പാക്കേജാണ്, വളരെ വലിയ ശമ്പളമാണ്. പിന്നെ ഗ്ലോബൽ പാക്കേജസാണ്, ഇൻ്റർനാഷണൽ പാക്കേജസാണ്, ഇൻ്റർനാഷണൽ കമ്പനികളാണ്, ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ്സാണ് എടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് കോഴ്സിൽ ഇതും കൂടി പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ആവറേജ്, മൊത്തത്തിൽ ചുരുക്കി പറയുന്നതിന് മുമ്പ്, ആവറേജ് ക്യാമ്പസിൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് ക്യാമ്പസിൽ പോലും നിങ്ങൾക്ക് പോപ്പുലറായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെ തുടങ്ങിയ കുറേ കോഴ്സുകൾ, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ, ഇങ്ങനെയുള്ള
കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെരിഫറലായിട്ട് ഒരുപാട് കോഴ്സുകൾ ഓൺലൈനായിട്ടും അല്ലാതെയും ചെയ്യാം. നല്ലപോലെ ഇൻറ്റേൺഷിപ്പ്, നല്ല ഒരു ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിരാശരാവുകയൊന്നും വേണ്ട, നിരാശ ഒട്ടും വേണ്ട. നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള കരിയേഴ്സ് ലഭിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ വിജയിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.